ഭാരതാംബയെ അവഹേളിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന് നേരെ CPM പ്രവർത്തകരുടെ അതിക്രമമുണ്ടായി. ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ഒപ്പം ചേരുന്നു. അഖിൽ, ഒരു പ്രതിഷേധമാണ്, അത് എതിർപ്പുള്ളതിനോട് പ്രതിഷേധിക്കാൻ അവകാശമുള്ള ഇടമാണ് കേരളം. അവിടെയാണ് പ്രതിഷേധിക്കുന്നവർക്ക് ഇടയിലേക്ക് കയറാൻ ശ്രമിക്കുക, വെല്ലുവിളിക്കുക, കാണിച്ചു തരാം എന്ന് പറയുക. ഇതൊക്കെ തുടരെ SFIക്കാർ, DYFIക്കാർ, CPMകാർ അതിങ്ങനെ തുടരുകയാണ്. എന്താണ് നേമത്ത് പ്രതിഷേധത്തിനിടെ സംഭവിച്ചത്? കൃഷ്ണരാജ്, സംസ്ഥാനത്ത് ഏതു സംഘടനയ്ക്കും പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഒരു സംഘടനയാവട്ടെ, ഒരു വ്യക്തിയാകട്ടെ, തനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളിൽ ആ വിയോജിപ്പ് പറയാനുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് ഇന്ന് ഭാരതാംബയെ അവഹേളിച്ച മന്ത്രി ശിവൻകുട്ടിക്കെതിരെ സംസ്ഥാനത്ത് നടത്തുന്ന BJP അടക്കമുള്ള ABVP അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ തുടർന്നു വരുന്ന സമരങ്ങളുടെ ഭാഗമായി പാപ്പനംകോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേമത്ത് പാപ്പനംകോട്ടുള്ള മന്ത്രിയുടെ MLA ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി ആ മാർച്ച് കൈമനം ജംഗ്ഷനിൽ നിന്ന് മാർച്ച് ആരംഭിക്കുന്നു. പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. അവിടെ ഭാരതാംബയുടെ ചിത്രം വച്ച് പുഷ്പാർച്ചന നടത്തി നേതാക്കൾ സംസാരിച്ച് പിരിയാൻ പോകുന്ന സമയത്താണ് ഒരു കാരണവുമില്ലാതെ ആദ്യം പോലീസുകാർ BJP പ്രവർത്തകരുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് വരുന്നു. വനിതാ കൗൺസിലർമാരടക്കം BJPയുടെ നേതാക്കളും വനിതാ കൗൺസിലർമാരടക്കമുള്ളവരെ ഒരു കാരണവുമില്ല കാരണമായി അവരെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. തൊട്ടു പിന്നാലെ തന്നെ നേരത്തെ തന്നെ തമ്പടിച്ചെത്തിയ DYFIയുടെയും CPMൻ്റെയും ഒക്കെ തന്നെ പ്രവർത്തകർ കൊലവിളി മുദ്രാവാക്യവുമായി തന്നെ ഒരു വശത്തേക്ക് എത്തുന്നു. അവിടെ ശിവൻകുട്ടിയുടെ ഫ്ലക്സ് ഉയർത്തിയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും സംസ്ഥാനത്തുടനീളം നിന്ന് രാവിലെ നമ്മൾ കോഴിക്കോട്ട് കണ്ടതാണ്. കരിങ്കൊടി കാണിക്കാനെത്തിയ ABVP യുവമോർച്ച പ്രവർത്തകരെയൊക്കെ തന്നെ SFIയുടെയും DYFIയുടെയും പ്രവർത്തകരൊക്കെ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കോഴിക്കോട്ട് കണ്ടതാണ്. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ മന്ത്രിക്കെതിരെയും നേരത്തെ നമ്മൾ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടിയുമായി എത്തിയ പ്രതിപക്ഷ സംഘടനയുടെ പ്രവർത്തകരെയൊക്കെ തന്നെ ചെടിച്ചട്ടി കൊണ്ടൊക്കെ ആക്രമിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന തരത്തിൽ ചിത്രീകരിച്ചിരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ കാര്യം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശക്തമായ സമരം ശിവൻകുട്ടിക്കെതിരെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഈ സമരം തുടർന്നു പോകാൻ തന്നെയാണ് സാധ്യത. വരും ദിവസങ്ങളിൽ ABVPയുടെയും യുവമോർച്ചയുടെയും BJPയുടെ അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ തന്നെ സമരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും. കൃഷ്ണരാജ്, ശരി, ഭാരതാംബയെ അവഹേളിച്ചതിൽ BJP പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഒപ്പം ABVP പ്രവർത്തകരെയൊക്കെ മർദ്ദിക്കുന്നതിൽ SFI ഗുണ്ടകൾ, DYFI, CPM പ്രവർത്തകരൊക്കെ മർദ്ദിക്കുന്നതിലുള്ള പ്രതിഷേധവും അക്കൂട്ടത്തിലുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകർ കടന്നുകയറാൻ ഒരു ശ്രമം നടത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം.